വിദ്യാർത്ഥികൾക്കെതിരായ ദില്ലി പോലീസിന്റെ അതിക്രമത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി രാജ്യസഭയിൽ ഇന്നും പ്രതിപക്ഷം ഉന്നയിക്കും. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി AKG ഭവനിൽ പോലീസ് കയറിയത് ഇടത് MPമാരും പാർലമെന്റിൽ ഉന്നയിക്കും. പരീക്ഷാ ക്രമക്കേടുകൾക്ക് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ പാർലമെന്റിൽ ഇന്നും ചർച്ച തുടരും. പ്രതിപക്ഷ നിരയിൽ നിന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കും. ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞേക്കും. അതിനിടെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI സമർപ്പിച്ച കുറ്റപത്രം ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കും. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. ആദിൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സഭ പ്രക്ഷുബ്ധമായിരുന്നു, ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം AKG ഭവൻ ഐഷി ഘോഷിനെ തേടി ദില്ലി പോലീസ് എത്തിയതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട്. നാടകീയ സംഭവങ്ങളാണ് ഇന്നലെ ദില്ലിയിൽ രാത്രി അരങ്ങേറിയത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുമോ? ഒപ്പം രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ സംസാരിക്കുമോ? ഉറപ്പായും ഇന്നലെ ചർച്ചകൾ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് തീർന്നത്. ഇന്നിപ്പോൾ സഭ പുനരാരംഭിക്കുമ്പോൾ ലോക്സഭയിൽ പൊതുപരീക്ഷ ഭേദഗതി ബില്ലിന്റെ ചർച്ച തന്നെയാണ് നടക്കുക. രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കും. പ്രതിപക്ഷ നേതാവാണ്. പ്രധാനമന്ത്രി ഈ ചർച്ചകൾക്ക് മറുപടി നൽകിയേക്കും എന്ന വാർത്ത കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നതായി പുറത്തു വരുന്നുണ്ട്. 8 മണിക്കൂർ ചർച്ചയാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ തന്നെ 8 മണിക്കൂറിലധികം ചർച്ച നടന്നു. ഇന്നും ചർച്ചകൾ ഉണ്ടാവും. എല്ലാ MPമാർക്കും പരമാവധി അവസരം എന്നുള്ളതാണ് സ്പീക്കർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടും അതുതന്നെയാണ്. പാർലമെന്റ് ഇതിന് പുറമെ വലിയ തോതിൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് നടപടി സമരക്കാർക്കെതിരെ CJP പ്രവർത്തകർക്കെതിരെ എടുത്തത് സംബന്ധിച്ച് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൽ, ഒപ്പം കേസുകൾ പിൻവലിക്കാതെ ഉറപ്പുകൾ പാലിക്കാതിരിക്കുന്നതിലും പ്രതിപക്ഷം സഭയിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇടത് പിമാരുടെ കാര്യമാകട്ടെ, ഐഷി ഘോഷിനെ കഴിഞ്ഞ ദിവസം CPMന്റെ ദേശീയ ആസ്ഥാനമായ AKG ഭവൻ ഉള്ളിൽ കയറി ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഈ വിഷയം പാർലമെന്റിൽ ഉയർത്താനാണ് ഇടത് MPമാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും എന്ന വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നു. ഏതായാലും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കുക, രണ്ടാം ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് കൂടുതൽ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുക എന്ന രീതി തന്നെയാവും ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റേതായി കാണാൻ കഴിയുക. അതാണ് ഇന്നും പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി സംസാരിക്കും. ഒപ്പം പ്രധാനമന്ത്രി മറുപടി നൽകിയേക്കുമെന്നുള്ള സ്ഥിരീകരണവും വരുന്നു. കഴിഞ്ഞ ദിവസം ഐഷി ഘോഷിനെതിരെ ഉണ്ടായ അതിക്രമവും CPIM ഉന്നയിക്കും. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.